ചാമ്പ്യൻസ് ബോട്ട് ലീഗ് തടസ്സപ്പെട്ട സംഭവത്തിൽ കുമരകം ടൗൺ ബോട്ട് ക്ലബിനെതിരെ ശക്തമായ നടപടികൾ വേണമെന്ന ആവശ്യമുയരുന്നു. കോട്ടയം വള്ളംകളി സംഘാടകരാണ് ഈ ആവശ്യവുമായി രംഗത്ത് വന്നത്. സംഘാടകരായ വെസ്റ്റ് ക്ലബ്ബ് നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. CBL കമ്മിറ്റി അതിൻ്റെ മൂന്നാമത്തെ ഹീറ്റ്സും കഴിഞ്ഞ് അതിൻ്റെ ചർച്ച ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങളുടെ ഫൈനൽസ് ഞങ്ങൾ ആരംഭിച്ചു. ചർച്ച ആരംഭിച്ച് കുമരകം ടൗൺ ബോട്ട് ക്ലബിൻ്റെ പ്രസിഡന്റ് അമ്പിളിയും CBL ഓഫീസേഴ്സും തമ്മിൽ ചർച്ച നടക്കുമ്പോൾ 5 മിനിറ്റ് സമയം അവർ ആവശ്യപ്പെട്ടു. അവർക്ക് ആലോചിക്കാനുള്ള സമയം ആലോചിച്ചപ്പോൾ ഈ വള്ളം കൊണ്ടുവന്ന് കുറുകയിടുകയായിരുന്നു. അതിനുശേഷമുള്ള അഴിഞ്ഞാട്ടങ്ങളുടെ എല്ലാം ഭാഗമായിട്ട് ഞങ്ങളുടെ സ്റ്റാർട്ട് ഫിനിഷ് തമ്മിലുള്ള ബന്ധവും എല്ലാം നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ഈ മത്സരത്തിൻ്റെ ക്രമീകരണത്തിൽ വന്ന താമസമാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് മത്സരത്തിനെ അഫക്റ്റ് ചെയ്തത്. മഴ പെയ്തതുകൊണ്ടാണ് അവരുടെ സമയം കുറഞ്ഞു പോയെന്നാണ് അവർ പറയുന്നത്. എങ്കിലും അത് ആലോചിച്ച് അതൊരു തീരുമാനത്തിലെത്തുന്നതിന് മുമ്പേ അവർ വള്ളംകളി മുടക്കുകയാണ് ഉണ്ടായത്. വിവരങ്ങളുമായി ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു. ടോബി, ഗുഡ് മോർണിംഗ്. പറയൂ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇതൊരു വലിയൊരു ആശങ്കയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും CBL നടക്കുമോ എന്നുള്ളൊരു വലിയ സംശയം പലർക്കും ഉണ്ടായിരുന്നു. അല്പം താമസിച്ചാണെങ്കിലും സംസ്ഥാന സർക്കാരും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ആ വള്ളംകളി CBL മത്സരങ്ങൾ നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. 6 മത്സരങ്ങളാണ് ഇത്തവണ CBLനുള്ളത്. അതിൽ ആദ്യത്തെ മത്സരമാണ് കോട്ടയം വള്ളംകളിയുടെ ഭാഗമായി താഴത്തങ്ങാടിയിൽ നടത്തിയത് കഴിഞ്ഞ ദിവസം. എന്നാൽ ആ വള്ളംകളിയാണ് തടസ്സപ്പെട്ടത്. ഇതിൽ പ്രധാനമായും ഇപ്പോൾ സംഘാടകർ, അതായത് വെസ്റ്റ് ക്ലബ്ബ്, ഈ കോട്ടയം വള്ളംകളിയുടെ സംഘാടകരായിട്ടുള്ള വെസ്റ്റ് ക്ലബ്ബ് പറയുന്നത് വലിയ സാമ്പത്തിക നഷ്ടം അവർക്കുണ്ടായിട്ടുണ്ട്. അത് നികത്താൻ ഈ കോട്ടയം ബോട്ട് ക്ലബ്ബും കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബും അതുപോലെ തന്നെ അതിൻ്റെ ക്യാപ്റ്റനുമായിട്ടുള്ള ടോണിയും തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവരൊരു പരാതി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ KTBCക്കെതിരെ ശക്തമായിട്ടുള്ള നടപടിയും വേണമെന്ന് അവർ പറയുന്നു. എന്നാൽ KTBCയുടെ ഭാഗത്ത് നിന്നും അവരുടേതായിട്ടുള്ള ന്യായങ്ങൾ അവർ കൃത്യമായി പറയുന്നുണ്ട്. അതായത് ഈ ഹീറ്റ്സ് മത്സരങ്ങൾ നടക്കുമ്പോൾ ട്രാക്ക് പകുതി എത്തുന്നതിന് മുൻപ് തന്നെ അതിശക്തമായി മഴ പെയ്തു. അങ്ങനെ ശക്തമായ മഴയിൽ തുഴഞ്ഞതുകൊണ്ട് അവർക്ക് മികച്ച സമയത്തിലേക്ക് എത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് തങ്ങൾ ഫൈനലിൽ നിന്ന് പോയത്. ഒപ്പം തന്നെ ഈ മത്സരം കഴിഞ്ഞപ്പോൾ ഒരു പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് നടപടിയെടുക്കാം, അതായത് ഒറ്റയ്ക്ക് തുഴയാനുള്ള ഒരു അവസരം കൂടി നൽകാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ഫൈനൽ മത്സരങ്ങളിലേക്ക് സംഘാടകർ കടന്നത്. അതുകൊണ്ടാണ് ഇത്തരം ഒരു പ്രതിഷേധത്തിലേക്ക് പോയതെന്നാണ് മനസ്സിലാക്കാൻ അവർ പറയുന്ന ഒരു ന്യായം. എന്തായാലും വള്ളംകളി സംഘാടകർ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഒപ്പം തന്നെ KTBC അവരുടെ ന്യായവുമായി വരുന്നു. CBL കമ്മിറ്റിയാണ് ഇത് സംബന്ധിച്ചൊരു തീരുമാനമെടുക്കേണ്ടത്. നാളെ വള്ളംകളി CBLന്റെ 2ാമത്തെ മത്സരം നടക്കുകയാണ്. അപ്പോൾ ഒരു കടുത്ത വിലക്കിലേക്കൊക്കെ പോകാനുള്ള സാധ്യത ഉടൻ ഉണ്ടാകില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷേ നിരണം ബോട്ട് ക്ലബ്ബൊക്കെ ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നല്ലോ. യഥാർത്ഥത്തിൽ ഈ 2 മന്ത്രിമാരുടെ സാന്നിധ്യം ഉണ്ടായിട്ടും ഇതിന് ഒരു നല്ല പരിഹാരം കാണാതെ മന്ത്രിമാർ പോയി എന്ന രീതിയിലൊരു പരാതി ഉയരുന്നുണ്ടല്ലോ. അതിനെക്കുറിച്ച് എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം? മുഹമ്മദ് റിയാസും ഒപ്പം തന്നെ VN വാസവനുമാണ് ഈ ഉദ്ഘാടന ചടങ്ങിന് വേണ്ടി എത്തിയത്. അവർ ഉദ്ഘാടനം കഴിഞ്ഞ് പോയതിന് ശേഷമാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഞാനവിടെ റിപ്പോർട്ടിങ്ങിന് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളാണ്. അവർ ആദ്യത്തെ ഒരു ഹീറ്റ്സ് കഴിഞ്ഞപ്പോൾ തന്നെ, വള്ളംകളി മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്ന് പോയി. അതിനുശേഷമാണ് ശക്തമായ മഴ പെയ്യുകയും ഈ മത്സരം ഇടയ്ക്ക് തടസ്സപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. അതിനുശേഷം ഫൈനലിലേക്ക് അടുക്കുമ്പോൾ ഏകദേശം 6 മണിയോ 5 മണി കഴിഞ്ഞിരുന്നു. ആ സമയത്ത് മന്ത്രിമാർ അവിടെ ഇല്ലായിരുന്നു. എന്തായാലും ഈ വിഷയം അറിഞ്ഞപ്പോൾ തന്നെ ഈ 2 മന്ത്രിമാരും വിഷയത്തിൽ ഇടപെട്ടു എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ വള്ളംകളി പ്രേമികളുടെ ഭാഗത്ത് നിന്ന് 2 തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. കുറേ പേർ ഈ KTBCയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. അതേസമയം തന്നെ KTBCയുടെ നിലപാടിനെതിരെയും രംഗത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ CBL സംഘാടകരാണ് ഇനി ഒരു നടപടിയിലേക്ക് പോകേണ്ടത്. അവർ നടപടിയെടുക്കുമോ അതോ ഒരു താക്കീതോ മറ്റോ നൽകി KTBCയെ തുടർ മത്സരങ്ങളിൽ മത്സരിക്കാൻ അനുവദിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. നാളെയാണ് CBLന്റെ 2ാമത്തെ മത്സരം നടക്കുന്നത്. അതിനു മുമ്പ് ഒരു നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു.